3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക, വെള്ളിയാഴ്ചയാണ്, പിറ്റേ ദിവസം 2 ദിവസം അവധിയുണ്ട്, ഹോംവർക്ക് കിട്ടിയിട്ട് ഹോംവർക്കിൽ ചെയ്യാനുള്ള 4 ഹോംവർക്കാണ് കിട്ടിക്കണം. അവൻ്റെ അപ്പനോട് പറയുന്നത്, അപ്പ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല. അപ്പ എന്തൊരു ടീച്ചർ, ഈ ടീച്ചർ 4 എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം പറയട്ടെ, ഞാനിപ്പോൾ ടീച്ചർ വിളിക്കണം. ടീച്ചർ വിളിച്ചിട്ട്, ടീച്ചറെ അവന് 4 ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറയുന്നില്ല, അത് അറിയാൻ ചെയ്യാൻ പറ്റില്ല, എന്നാലും കൊടുത്തപ്പോൾ എല്ലാവർക്കും കൂടി ഒരുപോലെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവന് ഇപ്പോൾ എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ 1 ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പൻ അവനോട് ചോദിക്കും, എത്ര എണ്ണം ചെയ്യാൻ പറ്റും? 1 ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, 1 ചെയ്യാം. അപ്പോൾ അവൻ 1 ചെയ്തിട്ട് പോവാണ്. പ്രിയമുള്ളവരെ, അതേ കുടുംബം, അതേ ദിവസം, അതേ രീതി, 4 ഹോംവർക്കുമായിട്ട് വീട്ടിൽ വരുന്നു. അപ്പൻ ടീച്ചറെ വിളിക്കുന്നു, പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ല, മാറി നിന്നിട്ട് വിളിക്കും. എന്നിട്ട് ടീച്ചറോട് പറയുന്നു, ടീച്ചറെ അവന് 4 ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടീച്ചർ പറയുന്നത്, ശരിയാണ്, പഠിക്കാൻ ഇത്തിരി മോശമാണ്, എന്നാലും അപ്പോൾ ടീച്ചറെ ഞാനേ അവൻ്റെ മുമ്പിലേക്ക് പോവാണ്, സ്പീക്കർ ഫോണിലിടും, ഒരു കാരണവശാലും സമ്മതിക്കരുത്, 4 ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായോ, ടീച്ചറെ സമ്മതിക്കണമെന്ന്. അപ്പച്ചൻ ഒന്ന് പറയാം അപ്പച്ച. അപ്പോൾ അപ്പച്ചൻ ടീച്ചറോട്, ടീച്ചറെ അവൻ 4 ചെയ്യാൻ പറ്റും. ഇല്ല 4 ചെയ്യാതെ നിങ്ങൾ തിങ്കളാഴ്ചക്ക് വരണ്ട, അവനെ വീട്ടിലിരുത്തിയാൽ മതി എന്നോട്. അങ്ങനെ ടീച്ചർ ദേഷ്യത്തോടുകൂടി പറഞ്ഞു. അപ്പൻ വേറെ നിവൃത്തിയൊന്നുമില്ല, അവൻ കൊച്ചിനെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, അവൻ ഹോംവർക്ക് എഴുതാനെടുക്കുകയാണ്. ആദ്യത്തെ ഹോംവർക്ക് ചെയ്തു, വളരെ എളുപ്പത്തിൽ ചെയ്തു. 2ാമത്തെ കുഴപ്പമില്ലാതെ ചെയ്തു. 3ാമത്തെ കഷ്ടപ്പെട്ട് ചെയ്ത് തീർത്തു. 4ാമത്തെ എടുത്തപ്പോൾ അപ്പം പറഞ്ഞു, മതിയടാ, ഞാനൊന്ന് ടീച്ചർ ഒന്നുകൂടെ വിളിക്കാം. ടീച്ചർ ഒന്നുകൂടെ വിളിച്ചിട്ട് അവിടുത്തെ പോയി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ അവനോട് പറഞ്ഞു, മതി മോനെ, 3 ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെയാണ് പ്രോത്സാഹനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്താണ്, അവളെ കൊണ്ട് കൊള്ളത്തില്ല, അവനെ കൊണ്ട് കൊള്ളത്തില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് മെച്ചപ്പെടാം? അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചുയർത്താനായിട്ട് നോക്കണം. പരമാവധി പരിശ്രമിക്കണം. വേറെ ആരുമല്ല പരിശ്രമിക്കേണ്ടത്, മാതാപിതാക്കൾ. അത് നമ്മൾ പരിശ്രമിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്.